ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഡിസിഷൻ എടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഹൗ ടു മേക്ക് എ ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത കാരണം ജീവിതത്തിൽ സ്റ്റക്കായി മനോവിഷമം അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട് നമുക്ക് ചുറ്റും, എക്സ്പെഷ്യലി ലേഡീസ്. ഓരോ ദിവസവും നാം എങ്ങനെ ആയിരിക്കണം എന്നത് നമ്മുടെ ഡിസിഷൻ ആണ്. എനർജറ്റിക് ആവണോ ഡള്ളാകണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള തീരുമാനമാണെങ്കിൽ വളരെ ആലോചിച്ച് ചെയ്യുക. പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാതെ ഒരു 3 ദിവസമെങ്കിലും സമയമെടുത്ത് നമുക്ക് ആലോചിക്കാം. നാം നല്ല സമാധാനത്തിലിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാം. നാം ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാം. ഞാൻ ആ ഡിസിഷൻ എടുത്ത ശേഷം ഫ്യൂച്ചറിൽ നാം എന്തെല്ലാം നേരിടേണ്ടി വരും. നാം ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് ഭയമുണ്ടാകാം. അത് നമുക്ക് ഒന്ന് എഴുതി നോക്കാമല്ലോ. എക്സാമ്പിളായിട്ട് നാം ഒരു ഷോപ്പ് എടുത്ത് തന്നിട്ടിരിക്കട്ടെ, ഒരു ബേക്കറി ഷോപ്പ്. ബട്ട് അങ്ങനെ ഒരു ഷോപ്പ് നടത്താൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് അത് നടത്തുന്നതെങ്കിൽ ഒരിക്കലും ആ ഷോപ്പ് വിജയിക്കില്ല. എന്നാൽ ആ വ്യക്തി തൻ്റെ പാഷൻ അനുസരിച്ച് മറ്റൊരു ജോബാണ് ചെയ്യുന്നതെങ്കിൽ അത് സക്സസ് ആകും. കാരണം ആ വ്യക്തിക്ക് ഒരു സമാധാനം ഉണ്ടാകുന്നില്ല. സന്തോഷമില്ല എങ്കിൽ ആ ജോബ് കൊണ്ട് ഒരു യൂസും ഉണ്ടാകില്ല. ഇതിൽ നാം ഒരു തീരുമാനമെടുത്ത ശേഷം അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എഴുതി നോക്കുക. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒരു മറുപടി ഉണ്ടാകണം. നാം നമ്മിൽ ഉറച്ചു വിശ്വസിക്കുക. ഞാൻ ആ ഒരു തീരുമാനം എടുത്താലുള്ള സാമ്പത്തികവും മാനസികവുമായും ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ പറ്റി ഒന്ന് എഴുതി നോക്കാം. അത് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും നമുക്ക് എഴുതി നോക്കാം.